ഈ ശാന്തനുവിൻ്റെ ദുഃഖത്തിൻ്റെ കാരണമായി അദ്ദേഹം പറഞ്ഞ അതിലെ കാപട്യം ഭീഷ്മർക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് പോലും ഭീഷ്മർ പുത്രധർമ്മത്തിൻ്റെ മറവിൽ അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കുക. ആ പ്രതിജ്ഞ അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജനതയെയും വംശത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു പ്രതിജ്ഞയായിരുന്നു. ശന്തനുവിൻ്റെ കാര്യത്തിൽ എന്ന പോലെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു പ്രതിജ്ഞ എടുക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് ഭീഷ്മർക്ക് രാജഗുരുവുമായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ത്രികാലജ്ഞാനികളുമായിട്ടോ ആലോചിക്കുകയോ ചർച്ച ചെയ്യുകയോ വേണമെന്ന് തോന്നിയില്ല? ഇത് പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് രാജഗുരുവിൻ്റെ ഉപദേശം തേടുക ഇത്തരം നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്നുള്ളൊരു പതിവായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല? അതാണ് ഭീഷ്മരുടെ ധാർഷ്ട്യം. എല്ലാം തനിക്കറിയാം. എന്താണ് കാരണം? വസിഷ്ഠൻ അന്നത്തെ ഏറ്റവും വലിയ വൈജ്ഞാനിക പീഠങ്ങളുടെ ആതിഥ്യകയിൽ സ്ഥിതി ചെയ്യുന്ന ആളാണ് വസിഷ്ഠൻ. ആ വസിഷ്ഠനിൽ നിന്നാണ് താൻ വേദങ്ങളും ഉപനിഷത്തുകളും മറ്റ് ശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചിരിക്കുന്നത്. പിന്നെ താൻ ആരോടാണ് ചർച്ച ചെയ്യുന്നത്? ഇപ്പം തനിക്ക് ജ്ഞാനകാര്യങ്ങളെ സംബന്ധിച്ചും താൻ ചെയ്യേണ്ടുന്ന കൃത്യാകൃത്യങ്ങളെ സംബന്ധിച്ചും തനിക്ക് ചർച്ച ചെയ്യത്തക്കവരായി വേറെ ആരുമില്ല എന്ന് പറയുന്ന ഭീഷ്മരുടെ ജ്ഞാനപരമായ ധാർഷ്ട്യം ഇത് അദ്ദേഹത്തിൻ്റെ അന്ത്യം വരെ കാണാം. ആരോട് ആലോചിക്കില്ല, ചർച്ച ചെയ്യുകയുമില്ല. അന്തിമ വിധി പ്രസ്താവിക്കുക എന്നുള്ളതല്ലാതെ എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റേതായ വിധികൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റേതായ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെ മതങ്ങൾ സമാദരിക്കപ്പെടാതെ വരിക എന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ വന്നത് ദുര്യോധനൻ പ്രായപൂർത്തിയായി വന്നതോടുകൂടിയാണ്. ദുര്യോധനോട് വിഭീഷണൻ എന്ത് പറഞ്ഞാലും അദ്ദേഹം അനുസരിക്കില്ല. മാത്രമല്ല അതിനെതിരായിട്ടേ സംസാരിക്കൂ താൻ. അപ്പോൾ ഈ ദുര്യോധനൻ ഒഴിച്ചുള്ള മറ്റെല്ലാവരുടെ അടുത്തും തൻ്റെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുക, താൻ തൻ്റെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് തോന്നാതെ ഭീഷ്മർ തൻ്റെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്നു. എവിടെ? താൻ ത്യജിച്ചു എന്ന് പറയുന്ന രാജധാനിയിൽ, താൻ ത്യജിച്ചു എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ഭീഷ്മർ തൻ്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ചുള്ള ഭരണം നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ പ്രവൃത്തിയിൽ ഭീഷ്മർ ആ രാജ്യം ത്യജിച്ചിട്ടില്ല, രാജധാനി ത്യജിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഭരണ രീതി അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല, ഒന്നും ഉപേക്ഷിച്ചില്ല. അദ്ദേഹത്തിൻ്റെ വസ്തുക്കളൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം ത്യജിച്ചു എന്ന് അവകാശപ്പെട്ടിരുന്ന രാജധാനിയിലും ഭരണത്തിലും അടിച്ചേൽപ്പിച്ചിരുന്നു. അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് സ്വയം ബോധ്യപ്പെടാതെ അദ്ദേഹം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വരുമ്പോൾ കാരണം വേറെ ആരുടെയും ഒന്നും അദ്ദേഹം കയറിയില്ല. പറയാൻ പേടിയാണ് താനും ഭീഷ്മരുടെ ആളുകൾക്ക്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എന്നോട് ആലോചിക്കാഞ്ഞത് എന്ന് ആശ്രമത്തിലെ ഒരു രാജധാനിയിലെ ഒരു ഗുരുക്കന്മാരും അദ്ദേഹത്തോട് ചോദിക്കില്ല. അവിടെ നടന്നിരുന്നത് ഒരു റിമോട്ട് കൺട്രോൾ ഭരണമായിരുന്നു ഭീഷ്മരുടെ. റിമോട്ട് കൺട്രോൾ എന്ന് പറയാനൊക്കില്ല. ഇദ്ദേഹത്തെ ആര് കൺട്രോൾ ചെയ്യുന്നു? ആര് നിയന്ത്രിക്കുന്നു ഭീഷ്മരെ? തൻ്റെ ഗതി അനിയന്ത്രിതമാണ് എന്ന് അദ്ദേഹം തന്നെ പറയും. കാരണം ഞാൻ ബ്രഹ്മജ്ഞനാണ്, ബ്രഹ്മജ്ഞനായ എൻ്റെ ഗതി ആര് തടുക്കും? ആത്യന്തികമായ ധർമ്മം അനുഷ്ഠിക്കുന്നവനാണ് ഞാൻ, മഹത്തായ 2 ത്യാഗങ്ങൾ ചെയ്തവനാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്കെതിരെ ഇവിടെ ആരാണ് അഭിപ്രായം പറയുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ത്യാഗത്തെ അദ്ദേഹം അധികാരത്തിൻ്റെ ശക്തിയായി പരിണമിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ പ്രമാദം, തെറ്റ്.